എന്തോ പറഞ്ഞാലും ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടും. അതല്ലെങ്കിൽ ഞങ്ങൾക്കൊരു മോനുണ്ട്. പിന്നെ തന്നെ ഞങ്ങൾ അല്ല, അന്ന് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് നെഗറ്റീവ് കമന്റ് പറഞ്ഞതാണ്. ഒരുപാട് പേരുടെ ജോലി കിട്ടി അവൻ്റെ അടുത്ത് പറഞ്ഞ്, ഒരുപാട് പേർക്ക് കുഞ്ഞുണ്ടാകാത്തവർക്ക് കുഞ്ഞുണ്ടായി. എല്ലാവർക്കും നമസ്തേ. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു, അതും ശങ്കറിൻ്റെ അടുത്തു. നമ്മൾ ഈ ശങ്കറിൻ്റെ വീഡിയോ കുറച്ച് നാളിന് മുമ്പേ വന്ന് ഇവിടെ ചെയ്തിരുന്നു. അപ്പോൾ ആരും അറിയാതെ ഞാൻ ശങ്കറിൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിരുന്നു. നമുക്കന്നേരം 75,000 സബ്സ്ക്രൈബറായിരുന്നു ഉള്ളിരുന്നത്. ഞാൻ പറഞ്ഞു 1,00,000 സബ്സ്ക്രൈബർ ആകുന്ന അന്ന് നിൻ്റെ അടുത്ത് ഞാൻ വരുമെന്ന് പറഞ്ഞു. അതുകൂട്ട് തന്നെ ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 1,00,000 സബ്സ്ക്രൈബർ പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ അന്ന് ഒരുപാട് പേര് ഇവിടെ വന്ന് ഇവനോട് ഓരോ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ഒരുപാട് അനുഭവങ്ങളൊക്കെ ചേച്ചിയും ചേട്ടനും പങ്കുവച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോ. ആ വീഡിയോ കാണാത്തവർക്കായി നമ്മൾ ആ വീഡിയോ എൻ്റെ സ്ക്രീനിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇപ്പം അവിടെ ശങ്കരൻ്റെ ഒരു വിഷമകരമായ അവിടെ വെള്ളം കയറിയതുകൊണ്ട് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലേക്ക് ഇത് മാറ്റി താമസിച്ചു. അപ്പോൾ ശങ്കരൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടി പങ്കുവെക്കുന്നത്. അപ്പോൾ 1,00,000 സബ്സ്ക്രൈബർ തികഞ്ഞ ഒരു സന്തോഷം കൂടി നമുക്കുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നന്ദി നമ്മുടെ ശങ്കരനാണ് പറയാനുള്ളത്. അപ്പോൾ അവരോട് പറഞ്ഞിട്ടാണ് നമ്മൾ പോയത്. അത് എത്രയും പെട്ടെന്ന് അത് സാധിക്കാൻ സാധിച്ചു. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നേരെ വീഡിയോയിലേക്ക്. വെള്ളം കയറി വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ്. നേരത്തെ ചോദിച്ചായിരുന്നു വന്ന്. അന്നേരം പറഞ്ഞു അതിനെന്തോ എരുത്തിൽ കുറവാ, ആളില്ല, കൊണ്ടുവന്ന് കെട്ടിക്കോളാൻ പറഞ്ഞു. ഇന്നാളെ പറഞ്ഞായിരുന്നു. എന്നാലും ഞങ്ങൾ ഇല്ല അയ്യത്ത് കെട്ടിയില്ലേ, അന്നേ പറഞ്ഞത് എന്തായിരുന്നു ഇങ്ങ് കൊണ്ടുവരാഞ്ഞേ, ഇവിടെ ആകുമ്പോൾ നനയാതെ നിൽക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് മാറ്റിയില്ലേ? മൊത്തം വെള്ളം കയറിയില്ലയോ? പിന്നെ സിറ്റ് ഔട്ട് മോൻ നിന്നടവും സിറ്റ് ഔട്ടും എല്ലാം വെള്ളമായി. എന്തുവായാലും പേടിയാ ഞങ്ങൾക്ക്. ഇങ്ങോട്ട് മാറ്റിയിട്ട് എത്ര ദിവസമായി? 3 ദിവസമായി. 3 ദിവസമായി. 2 നേരം കൊണ്ടുവന്ന് കാടി കൊടുക്കും, കുളിപ്പിക്കാൻ വരും. പിന്നെ ഇടയ്ക്ക് ഞാനും കൂടെ വന്ന് നോക്കും. എന്നെ കണ്ടില്ലെങ്കിൽ വലിയ കരച്ചില്ല. അത് കാരണം ഞാനിവിടെ ഇടയ്ക്ക് വന്ന് നോക്കും. നമ്മളെ വന്നതിന് പോയതിന് ശേഷമേ ഒത്തിരി പേര് വിളിച്ചായിരുന്നു. ഒരുപാട് പേര് വിളിച്ച് ഒരുപാട് കംപ്ലൈന്റ് പറയുന്നവരുണ്ട്. അല്ലാതെ നിർത്തിയേക്കുന്ന എന്തിനാ എന്നുള്ള, പിന്നെ ഇതിനെയൊക്കെ എന്തോ തന്നെ ഇറച്ചിയൊക്കെ അല്ലയോ എന്ന് പറയുന്നവരുണ്ട്. നമ്മളൊന്നിനും മറുപടി പറഞ്ഞില്ല. അവര് ഓരോരുത്തരോരോ രീതികളല്ലേ. അതെ, 5 ലക്ഷം പേരോളം കണ്ടായിരുന്നു ആ വീഡിയോ. ശങ്കരാന്ന് ആര് വിളിച്ചാലും ഇവനറിയാം അവൻ്റെ പേരാണെന്ന്. കൊച്ചു പിള്ളേർ ഉൾപ്പെടെ വന്ന് പേര് വിളിക്കുന്നത് ശങ്കരാന്ന്. ഒരുപാട് പേര് കഴിഞ്ഞ ഈ വെള്ളം കയറി എൻ്റെ അന്നും വന്നായിരുന്നു. അന്നേരം അവരെന്തോ വിവരം പറഞ്ഞ് അത് അപ്പൊ അവരുടെ അനിയത്തിയും കൂടെ വിളിച്ചോണ്ട് വന്നിരിക്കും. അവർക്ക് ഏതോ കാര്യം സാധിച്ച് അതുകൊണ്ട് അനിയത്തിയും കൂടെ വന്ന് പറയുമ്പോഴുണ്ട് അനിയത്തിയും പിള്ളേരും ഒക്കെ ആയിട്ട് വന്നത്. അവർക്ക് ഒരുപാട് പശുക്കളെയൊക്കെ വളർത്തിയിട്ടുള്ളതാന്നൊക്കെ അവർ പറഞ്ഞു. വീട് മാറി എൻ്റെ ഒരു വിഷമം കാണും. മോനെ വെള്ളമേ മാറിയിട്ട് നമുക്ക് പോവാം കേട്ടോ. കേട്ടോ, ഈച്ചയൊക്കെ ഉണ്ട് ഇവിടെ കണ്ടോ. എന്ന് വിചാരിച്ച് പിന്നെ കുട്ടായിയെ പോയി വിളിച്ച്, കുട്ടായി വരാന്ന് പറഞ്ഞപ്പോൾ ഉണ്ട് ശ്രീകുട്ടൻ വന്നു. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ എനിക്കൊന്ന് 1 കിലോമീറ്റർ ദൂരമുണ്ട് വീട്ടിൽ നിന്ന് വരെ കൊണ്ടുവരാൻ. അപ്പുറത്തൂടെ പിന്നെ വെള്ളത്തിൽ കൂടെ അങ്ങ് പാലം വരെയും കൊണ്ടുപോയത്. ഇങ്ങനെ കൊണ്ടുവരാൻ എളുപ്പമായിരുന്നു. പക്ഷെ ഈ പാലം ഞങ്ങൾക്കൊരു പേടി, ചിലപ്പോ അവൻ കാല് വെക്കുന്നത് തോട്ടിലാണെങ്കിലോ, കൊച്ചു വീതി കുറഞ്ഞ പാലമല്ലേ. അതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്തുകൂടെ കൊണ്ടുപോയി. ഇച്ചിരി നടന്നാലും വേണ്ടിയില്ല. എന്തായാലും ഇവിടെ എത്തിച്ച്. ഇതേപോലെ നിൽക്കുമായിരുന്നെങ്കിൽ വെള്ളം വലിഞ്ഞേൻ. തിരിച്ച് ഞങ്ങൾ ഓച്ചറയിൽ നിന്ന് കൊണ്ടുവന്നത് ഞങ്ങളുടെ മോനെ പോലെ തന്നെ വളർത്താനാണ്. ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങളുടെ മോനെക്കൂട്ട് തന്നെ മോൻ നിൽക്കുന്നത്. ആരെന്തോ പറഞ്ഞാലും ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടും. അതല്ലെങ്കിൽ ഞങ്ങൾക്കൊരു മോനുണ്ട്. പിന്നെ തന്നെ ഞങ്ങൾ അന്ന് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് നെഗറ്റീവ് കമന്റ് പറഞ്ഞതാണ്. ഒരുപാട് പേരുടെ ജോലി കിട്ടി അവൻ്റെ അടുത്ത് പറഞ്ഞ്, ഒരുപാട് പേർക്ക് കുഞ്ഞുണ്ടാകാത്തവർക്ക് കുഞ്ഞുണ്ടായി. അപ്പോൾ എന്നിട്ട് പിന്നെ ആൾക്കാർ പറഞ്ഞല്ലോ, അപ്പം നിങ്ങൾക്ക് ഇതുവരെ കുഞ്ഞുണ്ടായിട്ടില്ലല്ലോ എന്നാ പറഞ്ഞത്. അപ്പോൾ സങ്കടകരമായ ഒരു കമന്റുകളായിരുന്നു അത്. എന്തെങ്കിലും നമ്മൾ പ്രതികരിച്ചില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഭഗവാന ഇവനെ മോനെ പോലെ നോക്കുന്നതുകൊണ്ടായിരിക്കും അത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആഗ്രഹം അത് സാധിക്കും.
ഞങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ടും തോന്നുന്നില്ല. കാരണം മകനെ പോലെ തന്നെ നോക്കി ഒരു ബുദ്ധിമുട്ടില്ല. ആരെങ്കിലും കമന്റ് പറയുന്നതിനകത്ത് മറുപടി പറയണ്ട എന്ന് ഞാൻ ഒത്തിരി പേരോട് പറഞ്ഞപ്പോൾ പറഞ്ഞ് എല്ലാത്തിനും ഒരു നെഗറ്റീവ് പറയുന്നവർ കാണും, അത് കാര്യമാക്കണ്ടെന്ന് പറഞ്ഞു. അതെ, എന്തായാലും സ്വന്തം മോനെ പോലെ നോക്കുന്നല്ലോ. ഇപ്പൊ ഇവന് എത്ര വയസ്സായിട്ടുണ്ട്? 2 വയസ്സ് കഴിഞ്ഞു. 2 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അടുത്ത കർക്കിടകമാകുമ്പോൾ 3 വയസ്സാവും. ഓക്കെ. ഈ വെള്ളം കയറുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ? അതെന്തായാലും ഭഗവാൻ എത്രയും പെട്ടെന്ന് അത്. ഞങ്ങൾക്കൊരു ആഗ്രഹം ഇനി അതിനെ വെള്ളം കയറാത്ത ഒരു സ്ഥലത്ത് ഞങ്ങളെയും കൂടെ ആക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കാരണം തീർച്ചയായിട്ടും സാധിക്കും. അന്നേരം ഇങ്ങനെ ഓടി നടക്കണ്ടല്ലോ. എന്തായാലും ഞാൻ ആദ്യത്തെ വീഡിയോയ്ക്കകത്ത് വന്നപ്പോൾ അവനോടൊരു കാര്യം പറഞ്ഞിട്ട് പോയി, എനിക്കത് സാധിച്ചു. അപ്പോൾ ഞാൻ ഇനി രണ്ടാമതൊരു കാര്യം രഹസ്യമായിട്ട് പറഞ്ഞിട്ട് പോകും. ഇനി അടുത്ത വീഡിയോ എടുക്കാൻ വരുമ്പോഴേ ഞാനത് പറയത്തുള്ളൂ. ഓക്കെ, എൻ്റെ കാര്യം സാധിച്ചല്ലോ. ഒരു ബ്ലോഗറായ എന്ന നിലയിൽ എനിക്കൊരു അനുഭവം ഉണ്ടായി അവൻ്റെ അടുത്ത് വന്നപ്പം. അത് ഞാൻ ആ പ്രേക്ഷകരോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. ഏപ്പല്ലേ ഏറ്റവും ഇഷ്ടമുള്ള അലയാ. ശങ്കരൻ താമസിച്ചിരുന്ന വീട്ടിൽ വെള്ളം കയറിയത് കൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് ശങ്കരനെ മാറ്റി പാർപ്പിക്കുകയാണ്. വളരെ കുഞ്ഞിലേ തന്നെ കൊണ്ടുവന്ന ഒരു കാളയാണിത്. ഈ കാളയെ നമ്മുടെ ഓച്ചിറ അമ്പലത്തിലേക്ക് നടക്കിരുത്തിയതാണ്. അവിടെ ഉപേക്ഷിച്ച് പോരാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഈ കാളയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നു. വളരെ കുഞ്ഞൊരു വീടാണ്. നമ്മൾ ആദ്യത്തെ വീഡിയോ കണ്ടതാണ്. ആ വീഡിയോ കാണാത്തവർക്കായി ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, എൻഡ് സ്ക്രീനിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ദയവായിട്ട് ആ വീഡിയോയും കൂടെ ഒന്ന് കാണുക. വളരെ കുഞ്ഞൊരു വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് സ്വന്തം മകനെ പോലാണ് ഈ നന്ദികേശനെ ഈ ചേച്ചിയും ചേട്ടനും വളർത്തിക്കൊണ്ട് വന്നത്. ഇപ്പോൾ ഏകദേശം 2 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ യാദൃശികമായിട്ടാണ് ഒരാൾ ഈ നന്ദികേശൻ്റെ അടുത്ത് ഒരു ആഗ്രഹം പറഞ്ഞത്. പക്ഷേ അത് വളരെ വേഗം സാധിച്ചപ്പോൾ അദ്ദേഹത്തിന് വലിയ അത്ഭുതം തോന്നി. അതുകൊണ്ട് തന്നെ പലരും വന്ന് ഈ സംഭവം അറിഞ്ഞിട്ട് വന്നു ഒരുപാട് കാര്യങ്ങൾ ഈ നന്ദികേശൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം വളരെ വലിയ റിസൾട്ടാണ് അനുഭവപ്പെട്ടത്. അപ്പോൾ ഓരോരുത്തരുടെയും വിശ്വാസം അവരെ രക്ഷിക്കട്ടെ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഓരോരുത്തരുടെയും വിശ്വാസമായിരിക്കാം ആ ഒരു രക്ഷയിലേക്ക് വരുന്നത്. എന്തായാലും നന്ദികേശൻ്റെ അടുത്ത് ആഗ്രഹം പറഞ്ഞതെല്ലാം സാധിക്കുന്നുണ്ട്. നമ്മുടെ ആഗ്രഹവും വളരെ ചെറുതായിട്ടൊരു ആഗ്രഹമായിരുന്നു, അത് വളരെ വേഗം തന്നെ സാധിച്ചു. വീണ്ടും ഒരു ആഗ്രഹം നമ്മൾ ഈ നന്ദികേശൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് പോരുന്നത്. അപ്പോൾ ഇണപിരിയാത്ത സ്നേഹബന്ധമാണ്. അപ്പോൾ അന്നത്തെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞിരുന്നു. ഇത്രയൊക്കെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നത് ഈ നന്ദികേശൻ എന്തേ ഇവരുടെ ആഗ്രഹം ഇതുവരെ സാധിച്ചു കൊടുക്കാൻ പറ്റാത്തത് എന്ന് പലരും ചോദിച്ചു. ഈ ചേച്ചിക്കും ചേട്ടനും മക്കളില്ല, സ്വന്തം മകനെ പോലെയാണ് ഈ നന്ദികേശനെ ഇവർ വളർത്തിക്കൊണ്ട് വരുന്നത്. അന്ന് ഒരുപാട് പ്രേക്ഷകർ കണ്ട ഒരു വീഡിയോ ആണ് നമ്മുടെ ആദ്യത്തെ വീഡിയോ. അതുകൂടെ ഒന്ന് കാണാൻ ദയവായിട്ട് ശ്രദ്ധിക്കണം. എന്തായാലും സ്വന്തം മകനെ പോലെ പരിപാലിച്ച് പോരുകയാണ്. അപ്പോൾ നമ്മളന്ന് ഇന്ന് ചെന്നപ്പോൾ തന്നെ ഇവന് കഴിക്കാൻ വേണ്ട ആഹാരമൊക്കെ വാങ്ങിയാണ് നമ്മളിന്ന് എത്തിയത്. എന്തായാലും അവന് നൽകിയിട്ടാണ് നമ്മൾ പോരുന്നത്. ഇതിനെ കെട്ടാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ സ്വന്തം വീടിൻ്റെ തിണ്ണയ്ക്ക് ആണ് ഇതിനെ പാർപ്പിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ തൊട്ടടുത്തൊരു വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവിടെ വന്ന് ഇവിടെ തുടരുകയാണ്. ഈ വെള്ളം ഇറങ്ങിയതിന് ശേഷം ഇവനെ ഇനി തിരികെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. കയ്പോ വേപ്പല തിന്നുന്നവനാ കയ്പ്. വേപ്പല ഇതിന്റെ ഇല ഉണ്ടല്ലോ നമ്മളെല്ലാം ഒരു ഇല കയ്പുള്ള ഒരു ഇല എന്തുവാ, ഉതി ഇല, വേപ്പല, ഇതൊക്കെ